നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പൊ അമ്മയുടെ വാക്കും ധിക്കരിച്ച് ജോലിക്ക് ജോയിൻ ചെയ്യാൻ അവര് പോയല്ലേ? പോയി. അതിമുഖം കണ്ടപ്പോ മനസ്സിലായി. ഒറ്റയ്ക്ക് പോയോ അതോ കൊണ്ടുപോകാൻ ആരെങ്കിലും വന്നോ? അവൻ വന്നിരുന്നു, ആ സിദ്ധു. എന്നിട്ട് അമ്മ ഒന്നും പറഞ്ഞില്ലേ? എനിക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ പറഞ്ഞു, പക്ഷെ കേക്കണ്ടേ? ഞാനിവിടെ ഇല്ലാതായിപ്പോ. ഉണ്ടായിട്ട് ഒരു പ്രയോജനമില്ല. അവരാരും അനുസരിക്കാൻ പോകുന്നില്ല. നാണക്കേടാ, ആളുകൾ പറഞ്ഞ് ചിരിക്കും. എന്ത് ചെയ്യാന്, സഹിക്കാന്. എന്റെ ഒരു തടസ്സം എന്താണെന്നറിയോ? എനിക്ക് ഈ പ്രശ്നത്തില് ഡയറക്ടർ ഇടപെടാൻ പറ്റില്ലമ്മേ. സിദ്ധുവിന്റെ കഴുത്തിന് പിടിക്കാൻ എനിക്ക് അറിയാൻ വയ്യായിട്ടൊന്നുമല്ല. ചോദിക്കാൻ നീ ആരാണെന്ന് ചോദിച്ചാ ഞാനെന്ത് ഉത്തരം പറയും? എനിക്ക് അവകാശം ഉണ്ടായിരുന്നെങ്കിൽ ധൈര്യത്തോടെ ഈ പ്രശ്നത്തിൽ ഇടപെടാമായിരുന്നു. ശരത്ത് എന്താ ഉദ്ദേശിക്കുന്നത്? എത്രയും പെട്ടെന്ന് എന്റെ നിത്യയുടെ കല്യാണം നടത്തണം. അത് കഴിഞ്ഞ ഒരുത്തൻ ആ വീട്ടിൽ കയറി കളിക്കില്ല. അതേത് കൊമ്പത്തെ വക്കീലായാലും ഞാനത് തടയും, അവകാശത്തോടെ. ശരത്തെ, ഈ അവസ്ഥയില് കല്യാണം എന്നൊക്കെ പറഞ്ഞ? അയ്യോ, നാളെ തന്നെ നടത്തണമെന്നല്ല പറഞ്ഞത്. പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാക്കണം. അത് ശരിയാ. അങ്ങനെ ചെയ്താ നീ എന്തിനാ ആ വീട്ടിൽ താമസിക്കുന്നു എന്ന ചോദ്യം അവസാനിക്കും. അങ്ങനെ ആരെങ്കിലും ചോദിച്ചോ? അല്ല, ദേവികയോടൊപ്പം ചുറ്റിത്തിരിയാൻ നാണമില്ലേന്ന് ചോദിക്കുമ്പോ തിരിച്ചു ചോദിക്കാവുന്ന ചോദ്യമാണല്ലോ ഇത്. എനിക്ക് വേറെ ഭാര്യയില്ല, ഞാൻ ബാച്ചിലറാ. അതുപോലെയാണ് സിദ്ധു. എന്നോടെങ്ങാനും ചോദിച്ചാ കൃത്യമായ മറുപടി ഞാൻ പറഞ്ഞേനെ. വഴക്കിനൊന്നും പോവണ്ട. അല്ലെങ്കിലേ നമ്മുടെ സമയം തീരെ ശരിയല്ല. അതിന്റെ കൂട്ടത്തില് അങ്ങനെ ഒരു വഴക്കും കൂടി ആയാ ശരിയാവില്ല. എന്നോട്ട് സർക്കാർ ഉദ്യോഗസ്ഥയാ മരുമോള്. ഇനി ആ അഹങ്കാരം കൂടി കാണേണ്ടി വരും. അതെനിക്കറിയാം. തടയാൻ ശ്രമിച്ചു നോക്കിയതല്ലേ, കഴിഞ്ഞില്ല. പക്ഷെ കല്യാണം ഞാൻ നടത്തും. അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നിത്യയുടെ കഴുത്തില് നീ താലി കെട്ടും. അതിനി അധികം കാത്തിരിക്കേണ്ടി വരില്ല.